Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ലോക പരിസ്ഥിതി ദിനം. പ്ലാസ്റ്റിക് മലിനീകരണം തടയുക എന്നതാണ് ഇത്തവണത്തെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി നാടെങ്ങും വിവിധ സംഘടനകളുടെയും സ്കൂളുകളുടെയും നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന നൈപുണി വികസന കേന്ദ്രം കാസർഗോഡ് ജില്ലയിലെ 14 വിദ്യാലയങ്ങളിൽ തുടക്കം കുറിച്ചു. ജില്ലാതല പ്രവേശനോത്സവം തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. കുണ്ടയംകോവിലിലെ സ്ക്രീൻ പ്രിന്റിംഗ് സ്ഥാപനം കാരണം ആളുകൾ കുടിയൊഴിഞ്ഞു പോവുകയും കൂടുതൽ പേർ കുടിവെള്ളത്തിന് വേണ്ടി ദൂരസ്ഥലങ്ങളെ ആശ്രയിക്കുകയും ചെയ്യുന്നു. സ്ഥാപനത്തിന്റെ പ്രവർത്തനം ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കുമെന്നും തങ്ങൾക്ക് നഷ്ടപരിഹാരം വേണമെന്നും പ്രദേശവാസികൾ. ജൈവവൈവിധ്യ കേന്ദ്രമായ മാടായിക്കാവിന്റെ വള്ളിക്കെട്ട് സംരക്ഷിക്കാൻ സമഗ്ര പദ്ധതി ഒരുക്കുമെന്ന M. വിജിൻ MLA. ചിറക്കൽ ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ മാടായിക്കാവിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. വാർത്തകൾ വിശദമായി. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. 1973 ജൂൺ 5-നാണ് ഈ ദിനം ആദ്യമായി ആഘോഷിക്കപ്പെടുന്നത്. മരങ്ങൾ നട്ടതുകൊണ്ടോ പ്രതിജ്ഞ ചൊല്ലിയതുകൊണ്ടോ പൊതുയിടങ്ങൾ ശുചീകരിച്ചതുകൊണ്ടോ മാത്രം ഒതുങ്ങുന്നതല്ല ഇന്നേ ദിവസത്തിന്റെ പ്രാധാന്യം. ഭൂമിയാകെ നേരിടുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കണ്ടെത്തി അതിന് പരിഹാരമാർഗം കണ്ടെത്തുന്ന ശ്രമമാണ് വേണ്ടത്. ഭൂമിയിൽ ജീവന്റെ നാമ്പിനു തന്നെ ഭീഷണിയാകും വിധത്തിലാണ് പരിസ്ഥിതി മലിനീകരണത്തിന്റെ തോത്. അതിനാൽ തന്നെ പ്ലാസ്റ്റിക് മലിനീകരണം തടയുക എന്നതാണ് ഇത്തവണത്തെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം. പ്ലാസ്റ്റിക് ഉപയോഗം കുറക്കുവാനും പൂർണ്ണമായും ഒഴിവാക്കുവാനും കാലങ്ങളായി പറയാറുണ്ടെങ്കിലും ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും വേരുറപ്പിച്ച പ്ലാസ്റ്റിക്കിനെ തുടച്ചു നീക്കാൻ നമുക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. കുടിക്കുന്ന വെള്ളത്തിലേക്കും കഴിക്കുന്ന ഭക്ഷണത്തിലേക്കും പല രീതിയിൽ ഇവയൊക്കെയും ഒഴുകിയെത്തുകയും ചെയ്യുന്നു. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാമിന്റെ നേതൃത്വത്തിലാണ് എല്ലാ വർഷവും പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. 1973 ജൂൺ 5-നാണ് ഈ ദിനം ആദ്യമായി ആഘോഷിക്കപ്പെടുന്നത്. ആഗോളതലത്തിൽ പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക, 2040ഓടെ പ്ലാസ്റ്റിക് മലിനീകരണത്തിൽ നിന്ന് മുക്തമാകുക എന്നതും പ്രധാന ലക്ഷ്യമാണ്. പ്ലാസ്റ്റിക് മലിനീകരണത്തിന്റെ ആഘാതങ്ങളെക്കുറിച്ച് ഈ ക്യാമ്പയിൻ ഉയർത്തിക്കാട്ടും. വൻതോതിലുള്ള പ്ലാസ്റ്റിക് മലിനീകരണം കാലാവസ്ഥാ വ്യതിയാനത്തിനും പ്രകൃതിയെ നശിപ്പിക്കുന്നതിനും കാരണമാകുന്നുണ്ട്. പ്രതിവർഷം 11 ദശലക്ഷം ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ജല ആവാസ വ്യവസ്ഥയിലേക്ക് ഒഴുക്കിക്കളയുന്നത്. ഇതുണ്ടാക്കുന്ന സാമൂഹികവും പാരിസ്ഥിതികവുമായ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന നൈപുണി വികസന കേന്ദ്രം കാസർഗോഡ് ജില്ലയിലെ 14 വിദ്യാലയങ്ങളിൽ തുടക്കം കുറിച്ചു. മാറിയ കാലത്ത് നിർമ്മിത ബുദ്ധി ഡിവൈസ് ഇൻസ്റ്റലേഷൻ മുതൽ ഹൈഡ്രോപോണിക്സ് ടെക്നീഷ്യൻ വരെ 29 ആധുനിക കോഴ്സുകളാണ് പരിശീലിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ യുവജനങ്ങളുടെ തൊഴിൽ നൈപുണി വികസിപ്പിക്കുകയും ആധുനിക മേഖലകളിൽ തൊഴിൽ സജ്ജമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് നൈപുണി വികസന കേന്ദ്രത്തിന് തുടക്കം കുറിച്ചത്. പൈലറ്റ് പദ്ധതിയായി ജില്ലയിൽ കുഞ്ചത്തൂർ GVHSS നൈപുണി വികസന കേന്ദ്രം കഴിഞ്ഞ വർഷം ആരംഭിച്ചിരുന്നു. 25 പേരടങ്ങുന്ന 2 ബാച്ചിനായിരുന്നു പ്രവേശനം. പഠനം സൗജന്യമാണ്. പദ്ധതി വൻ വിജയമായതോടെ ജില്ലയിലാകെ ഈ വർഷം 14 വിദ്യാലയങ്ങളിലാണ് നൈപുണി വികസന കേന്ദ്രങ്ങൾ തുറന്നത്. ഓരോ കേന്ദ്രത്തിലും പരിശീലനത്തിനും ഉപകരണങ്ങൾക്കുമായി
21.50 ലക്ഷം രൂപ അനുവദിച്ചു. 2025-26 വർഷത്തെ ജില്ലയിലെ 14 കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശന നടപടികൾ പൂർത്തിയാക്കി. ജില്ലയിലെ 700 കുട്ടികൾക്കാണ് പ്രവേശനം ലഭിച്ചത്. 3 കോഴ്സുകൾക്ക് +2ഉം ബാക്കിയുള്ളവയ്ക്ക് 10ാം ക്ലാസ്സുമാണ് യോഗ്യത. കോഴ്സുകൾ വിജയകരമായി പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് ദേശീയ സർക്കാർ അംഗീകൃത സ്കിൽ സർട്ടിഫിക്കറ്റ് നൽകും. മൂല്യനിർണ്ണയത്തിന്റെയും സർട്ടിഫിക്കേഷന്റെയും ചുമതല പൊതുവിദ്യാഭ്യാസ വകുപ്പ് VHSC പരീക്ഷാ വിഭാഗത്തിനാണ്. 23 വയസ്സാണ് പ്രായപരിധി. സർക്കാർ സെക്കൻഡറി, ഹയർ സെക്കൻഡറി, VHSC സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെ കാസർഗോഡ് ജില്ലാതല പ്രവേശനോത്സവം തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ M. മനു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. SSK കാസർഗോഡ് DPC VS ബിജുരാജ് പദ്ധതി വിശദീകരിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഷംസുദ്ദീൻ IT, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C. ചന്ദ്രമതി, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ K. ഷീജ, VHSC പ്രിൻസിപ്പൽ VK രാജേഷ്, സ്കിൽ കോർഡിനേറ്റർ P. നിഹിത, VV സുബ്രഹ്മണ്യൻ, AVGG, പ്രധാനാധ്യാപിക EK ബൈജ, PTA പ്രസിഡന്റ് AG നൂറുൽ അമീൻ, വൈസ് പ്രസിഡന്റ് M. രജീഷ് ബാബു, T. മധുസൂദനൻ, K. അശോകൻ, AG റസീന എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കുണ്ടയംകോവിലിലെ സ്ക്രീൻ പ്രിന്റിംഗ് സ്ഥാപനം കാരണം ആളുകൾ കുടിയൊഴിഞ്ഞു പോവുകയും കൂടുതൽ പേർ കുടിവെള്ളത്തിന് വേണ്ടി ദൂരസ്ഥലങ്ങളെ ആശ്രയിക്കുകയും ചെയ്യുന്നത് കൂടി വരുന്നു. തങ്ങൾക്ക് നഷ്ടപരിഹാരം വേണമെന്നും ഇരകൾ. കുണ്ടയംകോവിലിലെ പാലറ്റ് സ്ക്രീൻ പ്രിന്റിംഗ് സ്ഥാപനത്തിൽ നിന്നും പുറപ്പെടുന്ന മലിനജലം കൂടുതൽ കിണറുകളിലേക്ക് എത്തുന്നു. രൂക്ഷമായ ഗന്ധം മൂലം ഇത് ഉപയോഗിക്കുവാൻ കഴിയുന്നില്ല. എന്തുതരം വിഷമാണ് ഇതിൽ ഉൾച്ചേർന്നതെന്ന് റിപ്പോർട്ട് വന്നാലേ പറയാൻ സാധിക്കൂവെന്ന് ദുരിതം അനുഭവിക്കുന്നവർ പറയുന്നു. ഇപ്പം ഇന്നലെ മുതൽ വീണ്ടും താഴോട്ടില്ല പല കിണറുകളിലും അസഹ്യമായ ഒരു മണവും രുചിഭേദവും അനുഭവപ്പെടുന്നതായി അറിഞ്ഞുകൊണ്ട് ഒരു 5 വീട്ടിലും കൂടി നമ്മൾ വെള്ളം ചൂരിൽ നിന്ന് കൊണ്ടുവന്നിട്ട് കുട്ടികൾക്ക് കുടിക്കാനും ഭക്ഷണം വെക്കാനും എല്ലാം ചെയ്യുകയാണ്. ഈ മഴ പെയ്യുന്നതനുസരിച്ച് ഇത് കൂടുതൽ മേഖലകളിലേക്ക് ഈ വിഷവതാപകം ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് തോന്നുന്നത്. കാരണം വെച്ചാൽ ഇപ്പം താഴെ നിന്നെല്ലാം വരുന്നവർ അവരെ പറയുകയാണ് ഇപ്പോൾ നമുക്ക് മണമുണ്ട്, രുചിഭേദമുണ്ട് എന്ന് പറയുന്നത്. ഇവിടെ നിന്നും കണ്ടെടുത്ത സാധന സാമഗ്രികൾ വെച്ച് നോക്കുമ്പോൾ അത് ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കുന്നതാണെന്നും ഇവർ പറയുന്നു. കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ് പ്രദേശവാസികൾ. ജലസമൃദ്ധി ധാരാളമുള്ള ഒരു പ്രദേശത്ത് കുടിവെള്ളത്തിനായി 15 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്ത് നിന്നാണ് ഇപ്പോൾ ഇവർ കുടിവെള്ളം എത്തിക്കുന്നത്. ചിലർ താമസം മാറി തുടങ്ങി. സ്വന്തം താമസ സ്ഥലത്ത് നിന്നും സാധന സാമഗ്രികൾ എടുത്ത് വാടക വീട്ടിലേക്ക് പോകുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല. കുടിവെള്ളത്തെ നേരിട്ട് ബാധിച്ചതുകൊണ്ടാണ് പ്രശ്നങ്ങൾ രൂക്ഷമായതെന്നും മണ്ണിനെ ഇത് എങ്ങനെ ബാധിച്ചിരിക്കുന്നു എന്ന് പഠനം നടത്തേണ്ടതുണ്ടെന്നും ഇവർ ആവശ്യപ്പെടുന്നു. 5-6 വർഷമായിട്ട് ഈ 1.5 കിലോമീറ്റർ റേഡിയസിൽ ഈ രാസമാലിന്യം ഒഴുകി പരന്നിട്ടുണ്ട്. ഇതൊന്നും അറിയാതെ കണ്ട് നിഷ്കളങ്കരായിട്ടുള്ള ഇതിൻ്റെ ചുറ്റുപാട് താമസിക്കുന്നവരൊക്കെ അത് വെള്ളം കുടിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് അർഹമായിട്ടുള്ള നഷ്ടപരിഹാരവും അവർക്ക് കിട്ടണം. അതുവരെ ഞങ്ങൾ പ്രക്ഷോഭത്തിലാണ്. ഇതിനകത്ത് ഇവിടുത്തെ എല്ലാ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഞങ്ങൾ സമീപിച്ചിട്ടുണ്ട്. അവരെല്ലാവരും പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നമ്മളെ പിന്തുണക്കുകയും ചെയ്യുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ജൈവ വൈവിധ്യ കേന്ദ്രമായ മാടായിക്കാവിന്റെ വള്ളിക്കെട്ട് സംരക്ഷിക്കാൻ സമഗ്ര പദ്ധതി ഒരുക്കുമെന്ന് M. വിജിൻ MLA. ചിറക്കൽ ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ മാടായിക്കാവിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. ജൈവ വൈവിധ്യ കേന്ദ്രമായ മാടായിപ്പാറയും മാടായിക്കാവിനോട് ചേർന്ന് കിടക്കുന്ന വള്ളിക്കെട്ടുമെല്ലാം ആയിരക്കണക്കിന് ജീവിവർഗങ്ങളുടെ വലിയ ആവാസ കേന്ദ്രമാണ്. ഒപ്പം വിവിധ ഇനം സസ്യവർഗങ്ങളുടെ കലവറയാണ് ഈ വള്ളിക്കെട്ട്. സൂക്ഷ്മജീവികളുടെ ആശ്രയ സങ്കേതം, വിവിധ ഇനം ഔഷധ സസ്യങ്ങൾ, മരങ്ങൾ, ഇഴജന്തുക്കൾ തുടങ്ങിയവ ഈ കാവിൽ നിലകൊള്ളുന്നുണ്ട്. ഇത് സംരക്ഷിക്കുന്നതിനായാണ് പരിസ്ഥിതി ദിനത്തിൽ ചിറക്കൽ ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ പുതിയ പദ്ധതിക്ക് തുടക്കമിടുന്നത്. നിലവിലെ വള്ളിക്കെട്ടുകളുടെയും മരങ്ങളെയും സംരക്ഷിച്ചുകൊണ്ട് പുതിയ മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. M. വിജിൻ MLA വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. അടുത്ത കാലത്തായി വള്ളിക്കെട്ട് മാലിന്യ നിക്ഷേപത്തിനുള്ള കേന്ദ്രമായി കൂടി മാറുന്നുണ്ട്. ഇതിൽ നിന്നുകൂടിയുള്ള സംരക്ഷണമാണ് ഉദ്ദേശിക്കുന്നത്. ചിറക്കൽ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ V. വേണു, ക്ഷേത്രം മാനേജർ നാരായണ പിടാരർ, PV ഉണ്ണികൃഷ്ണൻ, MP സഹജൻ പണിക്കർ, ദേവസ്വം ജീവനക്കാർ, ക്ഷേത്രം നവീകരണ സമിതി അംഗങ്ങൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചെറുകുന്ന് പുന്നച്ചേരിയിൽ വാഹനാപകടത്തിൽ മരിച്ച ചെറുകുന്ന് കവിണിശ്ശേരി സ്വദേശി VV രജീഷിന് നാട് വിട നൽകി. ചെറുകുന്ന് താവത്ത് പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ 100 കണക്കിന് ആളുകളാണ് എത്തിയത്.
ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ ചെറുകുന്ന് പുന്നച്ചേരി ഗുരുവായൂരപ്പൻ ഹോട്ടലിന് സമീപമുണ്ടായ അപകടത്തിലാണ് ചെറുകുന്ന് കവണിശ്ശേരി സ്വദേശി വി രജീഷ് മരണപ്പെട്ടത്. കവണിശ്ശേരിയിലെ വീട്ടിൽ നിന്നും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു മടങ്ങുമ്പോഴാണ് അപകടമുണ്ടായത്. പഴയങ്ങാടി ഭാഗത്തു നിന്നും കണ്ണൂർ ഭാഗത്തേക്ക് അമിത വേഗതയിലെത്തിയ ഇന്നോവ കാർ നിയന്ത്രണം വിട്ട് മുന്നിലെ സ്കൂട്ടറിലിടിച്ച് എതിർദിശയിൽ നിന്നും വന്ന രജീഷിന്റെ ബൈക്കിലും ഇടിക്കുകയായിരുന്നു. സമീപത്തുണ്ടായിരുന്ന മതിലും തകർത്താണ് കാർ നിന്നത്. തകർന്നു വീണ മതിലിനടിയിൽ നിന്നാണ് രജീഷിനെ നാട്ടുകാർ പുറത്തെടുക്കുന്നത്. പരിയാരം മെഡിക്കൽ കോളേജിൽ വച്ചാണ് മരണം സംഭവിച്ചത്. കവണിശ്ശേരി സ്വദേശിയായ രജീഷ് താവത്ത് മേൽപ്പാലത്തിന് സമീപം ബാർബർ ഷോപ്പ് നടത്തുകയാണ്. സൗമ്യമായ പെരുമാറ്റം കൊണ്ട് നിരവധി സുഹൃത്ത് വലയം തന്നെ രജീഷിനുണ്ടായിരുന്നു. 3 മാസം മുൻപായിരുന്നു രജീഷ് വിവാഹിതനായത്. കവണിശ്ശേരി ജനകീയ വായനശാലയ്ക്ക് സമീപത്തെ ശെൽവരാജിന്റെയും രാധാമണിയുടെയും മകനാണ് വി രജീഷ്. 35 വയസ്സായിരുന്നു. ഭാര്യ കാവേരി, സഹോദരൻ വി രാജേഷ്. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ഭൗതിക ശരീരം രാവിലെ താവത്ത് രജീഷിന്റെ കടയുടെ സമീപത്തും കവണിശ്ശേരി ജനകീയ വായനശാലയിലും വീട്ടിലും പൊതുദർശനത്തിനു വച്ച ശേഷം കവണിശ്ശേരി ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകളും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പെരുങ്കളിയാട്ടത്തിനൊരുങ്ങി മാടായി തിരുവർക്കാട്ടുകാവ്. കലശമഹോത്സവം എന്നറിയപ്പെടുന്ന പെരുങ്കളിയാട്ടം ജൂൺ 6 വെള്ളിയാഴ്ച നടക്കും. വിവിധ തെയ്യക്കോലങ്ങളാണ് കലശമഹോത്സവത്തിന്റെ ഭാഗമായി കെട്ടിയാടുക. ഉത്തര കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് മാടായിക്കാവ്. ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷമാണ് കലശമഹോത്സവം. വിവിധ ചടങ്ങുകളാണ് ഇതിന്റെ ഭാഗമായി ഉണ്ടാകുക. കലശം വരവ്, തട്ടുപറിക്കൽ, മീനമൃത് വരവ് എന്നിവയും ഉണ്ടാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ചിറക്കൽ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ വി വേണു പറഞ്ഞു. ഈ വർഷത്തെ മാടായിക്കാവിലെ കലശമഹോത്സവത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി വരികയാണ്. നാളെ കാലത്ത് തന്നെ കലശവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ആരംഭിക്കും. എല്ലാ ആലോചനകളും ദേവസ്വം നടത്തി അതിനുള്ള തയ്യാറെടുപ്പെല്ലാം പൂർത്തിയായി വരികയാണ്. വെള്ളിയാഴ്ച വൈകിട്ട് തട്ടുപറിക്കൽ ചടങ്ങിനു ശേഷം തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തും. കലശോത്സവത്തിന്റെ ഭാഗമായി തിരുവർക്കാട്ട് ഭഗവതി, കളരിയാൽ ഭഗവതി, ക്ഷേത്രപാലകൻ, ചുഴലി ഭഗവതി, സോമേശ്വരി, കാളരാത്രി ഭഗവതി, മാഞ്ഞാളമ്മ തുടങ്ങിയ തെയ്യങ്ങൾ കെട്ടിയാടും. മാടായി പെരുവണ്ണാനാണ് പ്രധാന തെയ്യമായ മാടായി തിരുവർക്കാട്ട് ഭഗവതിയുടെ തിരുമുടി അണിയുക. മാടായിക്കാവ് ക്ഷേത്രപരിധിയിലെ മറ്റു പെരുവണ്ണാന്മാരാണ് മറ്റു തെയ്യക്കോലങ്ങളുടെ കോലമണിയുന്നത്. അശ്വൻ പെരുവണ്ണാനാണ് ഇപ്പോഴത്തെ മാടായി പെരുവണ്ണാൻ. രണ്ടാമത്തത് വേട്ട ചേകുവൻ വെങ്ങര പെരുവണ്ണാൻ. മൂന്നാമത്തത് സോമേശ്വരി അമ്മ ചെങ്ങൽ പെരുവണ്ണാൻ. നാലാമത്തത് ചുഴലി ഭഗവതി തടത്തിൽ പെരുവണ്ണാൻ. അഞ്ചാമത്തത് അടുത്തൽ പെരുവണ്ണാൻ മാഞ്ഞാളമ്മ. ആറാമത്തത് ക്ഷേത്രപാലീശ്വരൻ കൊവ്വൽ പെരുവണ്ണാൻ. ഏഴാമത്തത് കാളരാത്രി താവത്ത് പെരുവണ്ണാൻ. മാടായിക്കാവിലെ പെരുങ്കളിയാട്ടത്തോടെ ഉത്തര മലബാറിലെ തെയ്യാട്ടക്കാലത്തിന് സമാപനമാകും. ഇതര സംസ്ഥാനത്ത് നിന്നുൾപ്പെടെ നിരവധി പേരാണ് മാടായിക്കാവ് കലശം കാണാൻ എത്താറുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പ്രകൃതി സൗഹൃദ കൃഷിരീതി കർഷകർക്ക് പകർന്നേക്കാവുന്ന പ്രായോഗിക യന്ത്രവൽക്കരണ പരിശീലന പരിപാടിക്ക് തുടക്കമിട്ട് കേരള കാർഷിക സർവകലാശാല വിളിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ പരിസ്ഥിതി ദിനാഘോഷം. യന്ത്രത്തിൽ ഞാറുനടിയിൽ നടത്തി പയ്യന്നൂർ MLA ടി മധുസൂദനൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രകൃതി സൗഹൃദ നെൽകൃഷിയിലും കാർഷിക യന്ത്രവൽക്കരണത്തിലും വിവിധ കർഷകരെ സജ്ജമാക്കുന്ന ദൗത്യം പദ്ധതിയുടെ ഭാഗമായാണ് വിളിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ പരിശീലനം നൽകുന്നത്. ഞാറ്റടി മുതൽ കൊയ്ത്ത് വരെ കൃഷി സമയത്തിന്റെ വിവിധ ഘട്ടങ്ങളിലായാണ് പ്രായോഗിക യന്ത്രവൽകൃത പരിശീലനം നടത്തുന്നത്. ഈ വർഷം കരിവള്ളൂർ പെരളം പഞ്ചായത്തിലെ കർഷകരെയാണ് പരിശീലിപ്പിക്കുക. യന്ത്രത്തിൽ ഞാറുനടിയിൽ നടത്തിയും വൃക്ഷത്തൈ നട്ടും കേന്ദ്രത്തിലെ പരിസ്ഥിതി ദിനാഘോഷം പയ്യന്നൂർ MLA ടി മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. ചമയം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കാർഷിക ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ ടി വനജ അധ്യക്ഷത വഹിച്ചു. പിലിക്കോട് പഞ്ചായത്ത് അംഗം പി അജിത, ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ AV മീര മഞ്ജുഷ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സാബു ജോസഫ്, ഫാം സൂപ്രണ്ട് M ഗീത, കരിവള്ളൂർ കൃഷി ഓഫീസർ നമിത രഘുനാഥ് എന്നിവർ സംസാരിച്ചു. വിവിധ പരിശീലന പരിപാടികളെക്കുറിച്ച് ഡോക്ടർ പാർവതി ശശിധരൻ, ആവേശ് കുമാർ സിംഗ് എന്നിവർ വിശദീകരിച്ചു. തുടർന്ന് പുതിയ കാലം പുതിയ വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ കാഞ്ഞങ്ങാട് പോലീസ് കൺട്രോൾ റൂമിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുരേശൻ കാനം ക്ലാസ് എടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പുതിയങ്ങാടി ചൂട്ടാട് മഞ്ച ഫിഷ് ലാൻഡിംഗ് സെന്ററിന് 5 കോടി രൂപ അനുവദിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കല്യാശ്ശേരി മണ്ഡലം MLA M വിജിന് പുതിയങ്ങാടിയിൽ സ്വീകരണം നൽകി.
പുതിയങ്ങാടി കടക്കോടി മത്സ്യത്തൊഴിലാളി കൂട്ടായ്മയാണ് സ്വീകരണമൊരുക്കിയത്. പുതിയങ്ങാടി ചൂട്ടാട്ട് മഞ്ച ഫിഷ് ലാൻഡിംഗ് സെന്റർ പ്രവൃത്തിയുടെ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തീകരിച്ച് പ്രവൃത്തി ആരംഭിക്കുമെന്ന് എം വിജിൻ MLA പറഞ്ഞു. ചൂട്ടാട്ട് മഞ്ച ഫിഷ് ലാൻഡിംഗ് സെന്റർ യാഥാർത്ഥ്യമാക്കാൻ പ്രവർത്തിച്ച എം വിജിൻ MLAക്ക് പുതിയങ്ങാടി കടക്കോടിയുടെ നേതൃത്വത്തിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു MLA. പുതിയങ്ങാടിയിലെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഞാൻ MLA ആയി വന്നപ്പോഴും ഓരോ ഘട്ടത്തിലും ഈ ഓഫീസിനകത്തിരുന്ന് തന്നെ ഞാൻ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. പല ഘട്ടങ്ങളായിട്ട് പല ആവശ്യങ്ങൾ, ഇപ്പോൾ പുലിമുട്ടിൻ്റെ വർക്ക് ഒരു ഘട്ടത്തിൽ നിന്നു പോകുമെന്ന് പറഞ്ഞ് കടക്കോടി തന്നെ എൻ്റെ വയസ്സുൾപ്പെടെ എല്ലാ ആളുകൾ എന്നെ വന്ന് കാണും. നമ്മൾ ഒരിക്കലും നിന്നു പോകില്ല. അതിൻ്റെ ഒരു പക്ഷേ ഒരു 10-12 ദിവസം കൂടി നമുക്ക് മഴയില്ലാതെ കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ആ പുഴയിപ്പോൾ കട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് പണി നിർത്തേണ്ടി വന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഈ ഭാഗം ഞാനിപ്പോൾ എഞ്ചിനീയർമാരെ വിളിച്ചു, ഒരു 60 മീറ്റർ കൂടി ഇങ്ങോട്ട് നീളം വരാനുണ്ട്. 60 മീറ്ററും കൂടി ഈ ഭാഗം പൂർത്തിയെടുക്കാനുണ്ട്. ദീർഘനാളുകളായി മത്സ്യത്തൊഴിലാളികളുടെയും തീരവാസികളുടെയും പ്രധാന ആവശ്യമായിരുന്നു ഫിഷ് ലാൻഡിംഗ് സെന്റർ വേണമെന്നത്. ചടങ്ങിൽ കടക്കോടി പ്രസിഡന്റ് ഫായിസ് SV, മത്സ്യത്തൊഴിലാളി യൂണിയൻ നേതാവ് M ചന്ദ്രൻ, KP ഷെബീർ, ഇരുമ്പൻ അലി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ കാറമേൽ പുതിയങ്കാവ് റോഡിന് സമീപത്തെ മൊബൈൽ ടവറിൽ നിന്നുള്ള ഓയിൽ ചോർച്ച കാരണം പ്രദേശവാസികൾ ആശങ്കയിൽ. പ്രശ്നം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നു. സസ്യങ്ങൾക്ക് നാശവും ഒപ്പം കുടിവെള്ളം മലിനമാകുമോ എന്ന ആശങ്കയും പ്രദേശവാസികൾ നെറ്റ്വർക്ക് ന്യൂസുമായി പങ്കുവച്ചു. നമ്മളിപ്പോൾ നിൽക്കുന്നത് കാറമേൽ പുതിയങ്കാവിലാണ്. ഇവിടെ ശേഖരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പറമ്പിൽ ഒരു BSNLന്റെ ടവർ നമുക്ക് കാണാം. 2 ദിവസമായി ഇതിൽ നിന്ന് ഓയിൽ ഒലിച്ചിറങ്ങുന്നു. തൊട്ടടുത്ത വീടുകളിലും പറമ്പുകളിലും കിണറിലേക്കുമൊക്കെ ഓയിൽ ഇറങ്ങുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇവിടുന്ന് അറിയാൻ സാധിച്ചത്. ഇത് എത്ര ദിവസം കൊണ്ടാണ് നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടത്? ഒരു 4 ദിവസമായി ഇതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ട്. ഇന്നലെയാണ് മുനിസിപ്പാലിറ്റി പോയി കംപ്ലയിൻറ്റ് കൊടുത്തത്. ഇന്ന് രാവിലെ കൊടുത്തത്. ഇന്നലെയാണ് വൈകുന്നേരമാണ് ഇത് ശരിക്കും നോക്കിയത്. ഈ പ്രദേശത്തെ എല്ലാ വീടുകളിലും ഈ ഓയിലിൻ്റെ അംശം എത്തിയിട്ടുണ്ട്. കിണറിൻ്റെ അരുവത്ത് വരെ ഇതിൻ്റെ ഉണ്ട്. കിണറിൽ പൊന്തി കാണുന്നില്ലെങ്കിലും കിണറിൻ്റെ അരുവത്ത് വരെ ഇത് പൊന്തി കാണുന്നുണ്ട്. ഇന്ന് രാവിലെയാണ് മുനിസിപ്പാലിറ്റി കൊടുത്ത്. ഇന്ന് ഉച്ചക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആൾ വന്നിട്ടിരുന്നു. ഇന്നലെയൊക്കെ അതിന് രൂക്ഷമായ ഗന്ധം കൂടി ഉണ്ടായിരുന്നു അല്ലേ? ഇന്നലെ മിനിയാന്ന് നല്ല ബന്ധമുണ്ടായിരുന്നു. വീട്ടു കിണറിലേക്കൊക്കെ എത്തിയിട്ടുണ്ടാവും എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ ഉള്ളത്. അത് വെള്ളം നിൽക്കുന്നുണ്ട് കരയായിട്ട്. ഞാൻ കാണുന്ന 2 ദിവസം ഇങ്ങനെ ഒരു എണ്ണേരെ ചോയ. ഞാൻ വിശന്നെങ്കിൽ ആയിരിക്കുന്നു. ഇന്നലെ മൂപ്പരെന്ന് പറയുമ്പോൾ ഓയിലിൻ്റെ ആണ്. ഇപ്പോൾ ഈ മഴക്കാലത്ത് ഒരുപാട് വെള്ളം കയറിയതിന് ശേഷം അത് നമ്മുടെ വീട്ടു പറമ്പിലേക്കും ഒക്കെ വന്നിട്ടുണ്ട് അല്ലേ? നമ്മളെ കൂടി ഇതന്നെ 2-3 ദിവസമായി, ഒരാഴ്ച കഴിഞ്ഞില്ലേ മഴ. നിറച്ചും മഴയത്ത് അന്നേരം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, മുറ്റത്ത് ഇറങ്ങാൻ പറ്റില്ല. ഒരാഴ്ച തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഇന്നലെ കുറച്ച് നമ്മൾ അപ്പോൾ ഇവർ മിനിയാന്ന് പറഞ്ഞിനായിരുന്നു ഇങ്ങനെയുണ്ട്, മണക്കുന്നുണ്ട്. അപ്പോൾ ഈ മണം നമുക്ക് അതിന് മുമ്പേ വന്നിനി. അതിന് ശേഷമാണ് ഈ ഒലിച്ചു വരുന്നത്. അപ്പോൾ ഇവർ വന്ന് ഇത്താത്ത പറഞ്ഞു എന്നോട് ഇങ്ങനെ ഉണ്ട്, തങ്കത്തിൻ്റെ വളപ്പിലുണ്ട്, ഇങ്ങനെ ഒലിച്ചിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഇത് കാണുന്നില്ലല്ലോ. ഇന്നലെ മാങ്ങ പറക്കിയെല്ലാം കുഴിയിലിടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് ഉണ്ട് ഇതിങ്ങനെ കാണിച്ചിട്ടാകുമ്പോൾ ഞാൻ പറഞ്ഞു ഇതെന്തെന്ന് ഇങ്ങനെ കാണുന്ന പറഞ്ഞു. ഇവർ വന്നു. അപ്പോൾ പ്രഭാകരനോട് പറഞ്ഞു, അവർ വന്ന് നോക്കുമ്പോഴേക്കാണ് ശരിക്കും മനസ്സിലായത് ഇത് ഇന്നതാണ് സംഭവം എന്ന്. മറ്ററിഞ്ഞിട്ടില്ലായിരുന്നു ഇത് എന്തെന്നാണെന്നുള്ളത് അറിയണ്ടേ. അത് നോക്കാനും പറ്റുന്നില്ല വെള്ളത്തിൽ. ആ വെള്ളം അതെല്ലാം ചവിട്ടിയിട്ടുണ്ടാവും. നമ്മളെ മുറ്റത്ത് അങ്ങ് സ്റ്റെപ്പ് വരെ വെള്ളമായിരുന്നു. ഇപ്പോൾ പല രീതിയിലുള്ള അസുഖങ്ങളും അതുപോലെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു ആദിയാണല്ലേ ശരിക്കും. ഇന്നലെ ബൂട്ടെല്ലാം ഇട്ടിട്ട് തന്നെ പോയത്. മാങ്ങ അതിൽ തന്നെ ഇങ്ങനെ പെറുക്കിയെടുക്കണ്ടേ. ബൂട്ടും കയ്യോറയെല്ലാം ഇട്ടിട്ട് എടുക്കുന്ന ഇത് കാണുന്നു. അതിന് ശേഷം അതവിടെ വെച്ചു. ആർന്നും പിന്നെ പെറുക്കിയിട്ടില്ല. ഇത് പേടി തന്നെ എന്തെങ്കിലും ആയെങ്കിലോ. ഒന്നാമത് അലർജിയെല്ലാം ഇല്ലതാണ്. അത് ഗുളിക കഴിക്കുന്നുണ്ട്, ഇപ്പവും കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ആയാലും ചൊറിയലെല്ലാം വന്നിട്ടുണ്ടെങ്കിലോ എന്നില്ല ഒരു പേടി. ഇപ്പോൾ ശരിക്കും ഒരു ഭീതിയിൽ തന്നെയാണല്ലോ എല്ലാവരും. എത്ര വീട്ടുകാർക്ക് ഉണ്ട് ശരിക്കും ഒരു പ്രശ്നം വന്നിട്ട്? ഇത്രയും പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് മണം വന്നിനി പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ചുറ്റുവട്ടം ഇത് അന്ന് ആ മഴയത്ത് ഇതിൽ വെള്ളം നിറയുമ്പം നമ്മളെ പോർച്ചിലേക്ക് കൂടിയാണ് ഈ ഓയിലും വെള്ളവും പോയിനി. പിന്നെ നമ്മൾ ആ മണം കൊണ്ട് ഏതാണെന്ന് മണക്കുന്നതെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോഴത്തേക്ക് മുഴുവൻ ഓയിൽ ഇങ്ങനെ ഉണ്ടായത്. 2 ദിവസം മുമ്പേ ഇത് കണ്ടിരുന്നു. എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ആദ്യം ഈ മണം കിട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഡീസൽ തന്നെയാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയത് ഡീസലിന് ഇവിടെ ഡീസൽ ഒഴിക്കലുണ്ട്. അപ്പോൾ അതിൻ്റെ ആളോട് പറഞ്ഞാൽ അവർ പറഞ്ഞാൽ അധികം മണക്കൂല എന്ന് പറഞ്ഞിട്ട് അവർ ബന്ധം ശരിയാക്കിയോന്ന് അറിയില്ല. ആ രൂക്ഷ ബന്ധം മണം കുറച്ച് കുറഞ്ഞു അതിന് ശേഷം. പക്ഷേ എന്നാലും ഇത് വളപ്പം നല്ലോണം മണം തരുന്നുണ്ട്. അതെ. അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഡീസൽ ഒഴിക്കാൻ വേണ്ടി ആളുകൾ വരാറുണ്ടായിരുന്നു. ഇതുവരെ ഇങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഇതുവരെ ഇങ്ങനെ ഉണ്ടായില്ല. ഇതിപ്പോൾ ഫസ്റ്റിലാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നതുകൊണ്ടായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെ, അതുകൊണ്ട് തന്നെ ആയിരിക്കും സാധിച്ചിട്ടുണ്ട്. അതിപ്പോൾ കിണറിൽ ബാധിച്ചണോ എന്നുള്ളത് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലായില്ല. കാരണം എന്ന് വെച്ചാൽ 7 വീട്ടുകാർക്ക് കാര്യമായിട്ട് അത് ബാധിച്ചിട്ടുണ്ട്.
അതിനിപ്പോൾ എന്നാണ് ഒരു പ്രതിവിധി എന്നുള്ളത് അവർ ചെയ്യട്ടെ. കാണാൻ പറ്റും, ഇപ്പോൾ അവിടെ കാണാൻ പറ്റും ഓയിലിൻ്റെ ഇത് കാണാൻ പറ്റും. അപ്പം വന്നാൽ കാണാം ഇവിടെ. അതെ, ഏകദേശം 7ഓളം വീട്ടുകാർക്കാണ് ഇത് വലിയ രീതിയിൽ ബാധിച്ചിരിക്കുന്നത്. വീട്ടുപറമ്പിലും വീട്ടുകിണറിലേക്കും എത്തിയിട്ടുണ്ടോ എന്നുള്ള വലിയ സംശയത്തിലാണ്. പലവിധ രോഗങ്ങളൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ വലിയ ആദിയിൽ തന്നെയാണ് ഈ വീട്ടുകാരൊക്കെയും ഉള്ളത്. ഇതൊരു ജനകീയ പ്രശ്നം തന്നെയാണ്. അധികൃതർ ഇതിന് വേണ്ടുന്ന പരിഹാരം എത്രയും പെട്ടെന്നുള്ള ദിവസങ്ങളിൽ തന്നെ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ്. കിണർ വെള്ളമടക്കം പരിശോധനയ്ക്ക് അയക്കണമെന്നുള്ള ആവശ്യമൊക്കെയാണ് ഇവർ ഉന്നയിക്കുന്നതും. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം KN വർഷ. പരിസ്ഥിതി ദിനത്തിൽ പ്ലാസ്റ്റിക് വിമുക്ത ക്യാമ്പയിനുമായി പയ്യന്നൂർ നഗരസഭ ജൈവ വൈവിധ്യ പരിശീലന സമിതി. വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് സ്കൂളുകളും പയ്യന്നൂരിൽ വിവിധ ഇടങ്ങളിൽ പരിസ്ഥിതി ദിനാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. പരിസ്ഥിതി ദിനത്തിൽ പ്ലാസ്റ്റിക് വിമുക്ത ക്യാമ്പയിനുമായി പയ്യന്നൂർ നഗരസഭ ജൈവ വൈവിധ്യ പരിപാലന സമിതി. വെള്ളൂർ ചാമക്കാവിൽ നടന്ന പരിപാടി നഗരസഭ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TP സമീറ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ E കരുണാകരൻ, നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ PP കൃഷ്ണൻ, ജൈവ വൈവിധ്യ പരിപാലന സമിതി അംഗം B വിജയൻ, വെള്ളൂർ സ്കൂൾ പ്രിൻസിപ്പൽ K ജയചന്ദ്രൻ, ഹെഡ്മിസ്ട്രസ് V ദീപ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ചാമക്കാവും പരിസരവും നഗരസഭ ഹരിതകർമ്മസേന ശുചീകരണ തൊഴിലാളികൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, വെള്ളൂർ സ്കൂൾ വിദ്യാർത്ഥികൾ, പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റ് 11 വളണ്ടിയർമാർ, അധ്യാപകർ, നഗരസഭാ ജീവനക്കാർ എന്നിവരുടെ നേതൃത്വത്തിൽ ശുചീകരണം നടത്തി. സ്കൂൾ കുട്ടികളുടെ നേതൃത്വത്തിൽ ചെമ്പരത്തിച്ചെപ്പ് കാവും പരിസരവും ചെമ്പരത്തി തൈകൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു. പരിസ്ഥിതി ദിനത്തിൽ 100 ബലവൃക്ഷ തൈകളാണ് പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റ് 11 വളണ്ടിയർമാർ നഗരസഭയിലെത്തി ചെയർപേഴ്സൺ KV ലളിതയ്ക്ക് കൈമാറിയത്. നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ PP കൃഷ്ണൻ, ജൈവവൈവിധ്യ പരിപാലന സമിതി കൺവീനർ B വിജയൻ, NSS യൂണിറ്റ് 11 ജോയിന്റ് സെക്രട്ടറി ശ്രീലക്ഷ്മി രാജേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ഹരിത കേരള മിഷനും നഗരസഭയും ചേർന്ന് സംഘടിപ്പിക്കുന്ന വൃക്ഷവൽക്കരണം ജനകീയ ക്യാമ്പയിനിലൂടെ എന്ന പദ്ധതിയിലേക്കാണ് വളണ്ടിയർമാർ വൃക്ഷത്തൈകൾ സമ്മാനിച്ചത്. പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി വെള്ളൂർ ഗവൺമെന്റ് LP സ്കൂളിൽ വ്യത്യസ്തങ്ങളായ പരിപാടികൾ നടന്നു. പച്ചക്കുപ്പായമിട്ട് അധ്യാപകരും വിദ്യാർത്ഥികളും പരിസ്ഥിതി ഗാനങ്ങൾ ആലപിച്ചു. ചാമക്കാവും പരിസരവും സ്കൂളിലെ നല്ല ഭൂമി നല്ല ഹരിതസേനയുടെ നേതൃത്വത്തിൽ മാലിന്യവിമുക്തമാക്കി. വിശാലമായ ക്യാൻവാസിൽ വരകളിൽ തെളിയുന്ന പ്രകൃതിയുടെ ചിത്രങ്ങൾ കുട്ടികൾ വരച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പയ്യന്നൂർ ലസാറോ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ കണ്ടോത്ത് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി പരിസരം ശുചീകരിച്ച് വൃക്ഷത്തൈകൾ നട്ടു. പയ്യന്നൂർ പുഞ്ചക്കാട് സെന്റ് മേരീസ് UP സ്കൂളിന്റെ ആഭിമുഖ്യത്തിലും പരിസ്ഥിതി ദിനാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. ലോക പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് പയ്യന്നൂർ ലസാരോ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ കണ്ടോത്ത് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി പരിസരം ശുചീകരിച്ച വൃക്ഷത്തൈകൾ നട്ടു. ലസാരോ അക്കാദമിയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പരിപാടിയിൽ പങ്കാളികളായി. വിദ്യാർത്ഥികൾ ചേർന്ന് ആദ്യം തന്നെ ആശുപത്രി പരിസരത്തെ കരിയിലകൾ തൂത്തുവാരി വൃത്തിയാക്കി. അധ്യാപകരും പ്രവർത്തനത്തിൽ പങ്കാളികളായി. ആശുപത്രിയിലെ ഡോക്ടർമാരായ രാഖി, മല്ലിക, സൗഭാഗ്യ എന്നിവർ വൃക്ഷത്തൈകൾ നട്ടു. ലസാരോ അക്കാദമി മാനേജിംഗ് ഡയറക്ടർ ജോബി KP, പ്രിൻസിപ്പൽ P രവിചന്ദ്രൻ, വൈസ് പ്രിൻസിപ്പൽ നയന P, അഞ്ജലി KP, സുൽത്താന M, പ്രീതിക, വിദ്യാർത്ഥി പ്രതിനിധികളായ തുഫൈൽ, ജാഫർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പയ്യന്നൂർ പുഞ്ചക്കാട് സെന്റ് മേരീസ് UP സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ വസന്ത രവി ഉദ്ഘാടനം ചെയ്തു. മുൻ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജ്യോതി ബസു അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ജീവാനന്ദൻ മുഖ്യാതിഥിയായി. ജിൻസി മേരി ടീച്ചർ പരിസ്ഥിതി ദിന സന്ദേശം നൽകി. ചടങ്ങിൽ വെച്ച് സ്കൂളിലെ കാർഷിക പദ്ധതിയുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച PTA, MPTA അംഗങ്ങളെ ആദരിച്ചു. സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് ഷാൻഡി ഫിലിപ്പ്, മോളി CP, ദിവ്യ KM തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. എരമം കുറ്റൂർ പഞ്ചായത്തിലും കുഞ്ഞിമംഗലം പഞ്ചായത്തിലും വിവിധ സംഘടനകളുടെയും സ്കൂളുകളുടെയും നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. പരിസ്ഥിതി ദിനത്തിൽ പ്ലാസ്റ്റിക് വിമുക്ത ക്യാമ്പയിനുമായി പയ്യന്നൂർ നഗരസഭ ജൈവ വൈവിധ്യ പരിപാലന സമിതി. വെള്ളൂർ ചാമക്കാവിൽ നടന്ന പരിപാടി നഗരസഭ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TP സമീറ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ E കരുണാകരൻ, നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ PP കൃഷ്ണൻ, ജൈവ വൈവിധ്യ പരിപാലന സമിതി അംഗം B വിജയൻ, വെള്ളൂർ സ്കൂൾ പ്രിൻസിപ്പൽ K ജയചന്ദ്രൻ, ഹെഡ്മിസ്ട്രസ് V ദീപ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ചാമക്കാവും പരിസരവും നഗരസഭ ഹരിതകർമ്മസേന ശുചീകരണ തൊഴിലാളികൾ,
തൊഴിലുറപ്പ് തൊഴിലാളികൾ, വെള്ളൂർ സ്കൂൾ വിദ്യാർത്ഥികൾ, പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റ് 11 വളണ്ടിയർമാർ, അധ്യാപകർ, നഗരസഭാ ജീവനക്കാർ എന്നിവരുടെ നേതൃത്വത്തിൽ ശുചീകരണം നടത്തി. സ്കൂൾ കുട്ടികളുടെ നേതൃത്വത്തിൽ ചെമ്പരത്തിച്ചെപ്പ്, കാവും പരിസരവും ചെമ്പരത്തി തൈകൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു. പരിസ്ഥിതി ദിനത്തിൽ 100 ബലവൃക്ഷ തൈകളാണ് പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റ് 11 വളണ്ടിയർമാർ നഗരസഭയിലെത്തി ചെയർപേഴ്സൺ KV ലളിതയ്ക്ക് കൈമാറിയത്. നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ PP കൃഷ്ണൻ, ജൈവവൈവിധ്യ പരിപാലന സമിതി കൺവീനർ B വിജയൻ, NSS യൂണിറ്റ് 11 ജോയിന്റ് സെക്രട്ടറി ശ്രീലക്ഷ്മി രാജേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ഹരിത കേരള മിഷനും നഗരസഭയും ചേർന്ന് സംഘടിപ്പിക്കുന്ന വൃക്ഷവൽക്കരണം ജനകീയ ക്യാമ്പയിനിലൂടെ എന്ന പദ്ധതിയിലേക്കാണ് വളണ്ടിയർമാർ വൃക്ഷത്തൈകൾ സമ്മാനിച്ചത്. പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി വെള്ളൂർ ഗവൺമെന്റ് LP സ്കൂളിൽ വ്യത്യസ്തങ്ങളായ പരിപാടികൾ നടന്നു. പച്ചക്കുപ്പായമിട്ട് അധ്യാപകരും വിദ്യാർത്ഥികളും പരിസ്ഥിതി ഗാനങ്ങൾ ആലപിച്ചു. ചാമക്കാവും പരിസരവും സ്കൂളിലെ നല്ല ഭൂമി നല്ല ഹരിതസേനയുടെ നേതൃത്വത്തിൽ മാലിന്യവിമുക്തമാക്കി. വിശാലമായ ക്യാൻവാസിൽ വരകളിൽ തെളിയുന്ന പ്രകൃതിയുടെ ചിത്രങ്ങൾ കുട്ടികൾ വരച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പരിസ്ഥിതി അവബോധം ലക്ഷ്യമിട്ട് കൗവായി കായലോരത്തെ തീരദേശ പാതയിലൂടെ 8 കിലോമീറ്റർ ദൂരം പ്രമുഖ കായിക താരങ്ങൾ പങ്കെടുത്ത പരിസ്ഥിതി റൺ നടന്നു. വലിയപറമ്പ് പാലത്തിൽ നിന്നും ഗ്രാമപഞ്ചായത്തിന്റെ തെക്കേ അറ്റത്തെ തയ്യിൽ കടപ്പുറത്തേക്കാണ് പരിസ്ഥിതി സൗഹൃദ മാരത്തോൺ സംഘടിപ്പിച്ചത്. പ്രകൃതിയെ സംരക്ഷിക്കുക, ലഹരി വസ്തുക്കളെ വർജിക്കുക എന്ന സന്ദേശങ്ങൾ ഉയർത്തി നടത്തിയ മാരത്തോണിൽ ബ്രാൻഡ് അംബാസിഡർ പാലക്കാട് സ്വദേശിയായ സുകേഷ് പുന്നിയിൽ, സർവകലാശാല അത്ലറ്റ് സഹീർ കാവന്നൂർ, അന്താരാഷ്ട്ര മാസ്റ്റേഴ്സ് മീറ്റുകളിലെ ജേതാക്കൾ ഉൾപ്പെടെയുള്ള ദേശീയ സംസ്ഥാന താരങ്ങൾ പങ്കെടുത്തു. വ്യാഴാഴ്ച രാവിലെ 6:30 വലിയപറമ്പ് പാലത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ പരിസ്ഥിതി സൗഹൃദ മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. P ബഷീർ അധ്യക്ഷത വഹിച്ചു. അത്ലറ്റിക് ഫ്രണ്ട് ഇന്ത്യ പ്രസിഡന്റ് MC താജുദ്ദീൻ, ഹോസ്ദുർഗ് എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ VV സലാം, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ K മനോഹരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ലോക പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് DYFI പ്ലാസ്റ്റിക് മാലിന്യ മുക്ത കേരളം പദ്ധതിയുടെ പയ്യന്നൂർ ബ്ലോക്ക് തല ഉദ്ഘാടനം പയ്യന്നൂർ AKG ഭവനിൽ നടന്നു. DYFI മുൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം P സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്ലാസ്റ്റിക് മാലിന്യ വിമുക്ത കേരളം ബ്ലോക്ക് തല ഉദ്ഘാടനം DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം P സന്തോഷ് നിർവഹിച്ചു. അത്തരത്തിലേക്ക് ജനങ്ങൾ മാറുന്നു വന്നത് നമുക്കെല്ലാം മുമ്പിലുള്ള അഭിമാനകരമായ ഒരു കാര്യമാണ്. തീർച്ചയായും കേരളത്തിലെ ഗവൺമെൻറ് തന്നെ അത്തരമൊരു ക്യാമ്പയിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. ഒരു പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വരികയും കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ ജീവിതത്തെയും നാടിനെയും എല്ലാം ബാധിക്കുന്ന തരത്തിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു ക്യാമ്പയിൻ ഏറെ പ്രസക്തമാകുന്നത്. DYFI നടത്തുന്ന ഈ ഒരു മാതൃകാപരമായ ക്യാമ്പയിൻ ബ്ലോക്ക് പ്രസിഡന്റ് PP അനീഷ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി VK നിഷാദ്, C ഷിജിൽ, നന്ദകുമാർ TCV, K മനുരാജ്, മുഹമ്മദ് ഹാഷിം, B ബബിൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വീണ്ടും ഒരു പരിസ്ഥിതി ദിനം കൂടി വന്നെത്തി. നാട് മുഴുവൻ അക്വേഷ്യ മരങ്ങളാണെന്നത് ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ്. ഇതിന്റെ വ്യാപനവും ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കുന്നതാണ്. വീണ്ടും ഒരു പരിസ്ഥിതി ദിനം കൂടി വന്നെത്തി. നാട് മുഴുവൻ അക്കേഷ്യ മരങ്ങളാണെന്നത് ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ്. ഇതിന്റെ അതിവേഗതയിലുള്ള വ്യാപനം ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കുന്നതാണ്. ശൂലാപ്പ് കാവിന്റെ പരിസര പ്രദേശങ്ങളിൽ ഇത് വ്യാപകമാണ്. ഉൾനാടൻ ചെങ്കൽക്കുന്നുകളിൽ വ്യാപകമായി കാണപ്പെടുന്ന ഇവ ഇപ്പോൾ പരിസര പഞ്ചായത്തുകളിലെ പാടശേഖരങ്ങളിലേക്ക് എത്തിയതും ഗൗരവത്തോടെ വീക്ഷിക്കേണ്ട ഒന്നാവുകയാണ്. ആവാസ വ്യവസ്ഥയെയും ഭൂഗർഭജലത്തെയും ബാധിക്കുന്ന ഒന്നാണ് അക്കേഷ്യ മരങ്ങളുടെ വ്യാപനം. കൂടാതെ ഇവ പൂക്കുമ്പോൾ ആസ്മാരോഗം മൂർച്ഛിക്കുകയും ചെയ്യും. മനുഷ്യനും മണ്ണിനും ദോഷകരമായ അക്കേഷ്യ മരങ്ങൾ മുറിച്ചു മാറ്റാൻ വനംവകുപ്പ് നടപടികൾ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഫലപ്രദമല്ല. ക്ഷണിക്കപ്പെടാത്ത ധാരാളം സസ്യങ്ങൾ ഈ പുതിയ സംസ്കാരത്തിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരികയും ഏറെ വിപത്തുകൾ സൃഷ്ടിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഒരു കാലത്ത് നമ്മുടെ ഈ വന സാക്ഷരതയുടെ ഭാഗമായിട്ട് സർക്കാർ തന്നെ അക്കേഷ്യ പോലുള്ള മരങ്ങളെ ക്ഷണിച്ചു കൊണ്ടുവരികയും ആ മരങ്ങൾ അതിഭീകരമായ പാരിസ്ഥിതിക കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓർമ്മ മരത്തൈകൾ നട്ടു. കൂക്കാനം ശിശുമന്ദിര പരിസരത്ത് നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം ചെയ്തു.
കരിവള്ളൂർ പെരളം പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹകരണത്തോടെ ഓർമ്മ മരങ്ങൾ നട്ടു. കൂക്കാനം ശിശുമന്ദിര പരിസരത്ത് നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ.വി. ലേജ് ഉദ്ഘാടനം ചെയ്തു. ജൂൺ 5 തുടങ്ങി തുടർന്ന് അങ്ങോട്ട് 1000-2000 ചെടികൾ നട്ടുകൊണ്ട് തന്നെ നമുക്ക് ഈ വർഷം മുന്നോട്ട് പോകണം. അതിനോടനുബന്ധിച്ച് നമ്മുടെ കരിവള്ളൂർ പെരളം പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഓർമ്മ മരം എന്നുള്ള 14 മെമ്പർമാരും സെക്രട്ടറിയും അടക്കം ചേർന്നുകൊണ്ട് ജീവനക്കാരും ചേർന്നുകൊണ്ടാണ് നമ്മൾ ഈ ഓർമ്മ മരം ശിശു മന്ദിരത്തിൽ തന്നെ നടണം എന്നുള്ളത് തീരുമാനിച്ചിട്ടുള്ളത്. ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് ഓർമ്മ തൈകൾ നട്ടത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ.വി. ലേജു തെങ്ങിൻ തൈയും മാവിൻ തൈയും നട്ടു. തുടർന്ന് ഓരോ ഭരണസമിതി അംഗങ്ങളും നാളേക്കായി ഓരോ ഫലവൃക്ഷ തൈകൾ നട്ടു. ചടങ്ങിൽ പി. ശ്യാമള അധ്യക്ഷയായി. സി. ബാലകൃഷ്ണൻ, പി.വി. കണ്ണൻ മാസ്റ്റർ, പി.വി. നാരായണൻ മാസ്റ്റർ, കെ. ശൈലജ, അനിൽകുമാർ പാടാച്ചേരി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ഞാറ്റുവേല പ്രകൃതി കൃഷി ജില്ലാതല ഉദ്ഘാടനം പറവൂർ കുണ്ടയാട് അംഗൻവാടിയിൽ നടന്നു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി. സുലജ ഉദ്ഘാടനം നിർവഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഞാറ്റുവേല പ്രകൃതി കൃഷി അടുക്കളത്തോട്ടങ്ങളിൽ കറുത്ത പൊന്ന് കുറ്റിക്കുരുമുളക് കൃഷി ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പറവൂർ കുണ്ടയാട് അംഗൻവാടിയിൽ നടന്ന കൃഷി ക്യാമ്പയിൻ കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി. സുലജ അധ്യക്ഷത വഹിച്ചു. ഈ വർഷത്തെ പരിസ്ഥിതി സന്ദേശം നമുക്കെല്ലാവർക്കും അറിയാം. പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. പ്ലാസ്റ്റിക് എന്ന വിപത്ത് എത്രത്തോളം ഭയാനകമാണ് നമ്മുടെ ഇടയിൽ എന്നുള്ളത്, നമ്മുടെ കാലാവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയെ എത്ര പ്രതികൂലമായി ബാധിക്കുന്നു എന്നുള്ളത് നമ്മളിപ്പോൾ അനുഭവത്തിലൂടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനം, നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ഇതൊക്കെ പ്രധാനമായും പങ്കുവഹിക്കുന്നത് പ്ലാസ്റ്റിക് എന്ന വില്ലൻ തന്നെയാണ്. നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ ഓരോരോ പഠനത്തിലും വളരെ നമുക്കൊക്കെ ആശങ്കയുണ്ടാക്കുന്ന തരത്തിലാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ അളവ് വർദ്ധിച്ചു വരുന്നത് നമ്മൾ കണ്ടുവരുന്നത്. വൈസ് പ്രസിഡന്റ് കെ. മോഹനൻ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ M.V. ജയൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ബിന്ദു KG, TV സുധാകരൻ, N. കാർത്യായനി, സൈജു പത്മനാഭൻ, സ്വപ്ന PV, MV പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പരിസ്ഥിതി മാസാചരണത്തിന്റെ ഭാഗമായി ഗാന്ധി യുവമണ്ഡലം സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വേങ്ങാട് സാന്ത്വനം ട്രസ്റ്റിന്റെ സഹകരണത്തോടെ 1000 കേന്ദ്രങ്ങളിൽ ഗാന്ധി സ്മൃതിവൃക്ഷ തൈകൾ നടന്നു. സംസ്ഥാനതല ഉദ്ഘാടനം സ്വാതന്ത്ര്യ സമരസേനാനി പത്മശ്രീ അപ്പുക്കുട്ട പൊതുവാൾ തൈനട്ട് നിർവഹിച്ചു. ഗാന്ധി സ്മൃതി വൃക്ഷങ്ങൾ നടുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം സ്വാതന്ത്ര്യ സമര സേനാനി പത്മശ്രീ അപ്പുക്കുട്ട പൊതുവാൾ തൈനട്ട് നിർവഹിച്ചു. ഗാന്ധി യുവമണ്ഡലത്തിൻ്റെ ഈ 1000 വൃക്ഷങ്ങൾ നടുന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഇവിടെ വെച്ച് നടത്താൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. പയ്യന്നൂരിലെ അപ്പുക്കുട്ട പൊതുവാളിന്റെ വീട്ടുവളപ്പിൽ നടന്ന പരിപാടിയിൽ ഗാന്ധി യുവമണ്ഡലം പ്രസിഡന്റ് പ്രദീപൻ തൈക്കണ്ടി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി റഫീഖ് പാണപ്പുഴ, പ്രശാന്ത് കോറോം, റുക്നുദ്ദീൻ കൗവായി, കമലാ ഭാസ്കരൻ, കെ. ബാലഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ജൂൺ മാസം സംസ്ഥാനത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ 1000 ഔഷധ സസ്യങ്ങൾ നട്ട് പിടിപ്പിക്കുന്നതാണ് പദ്ധതി. സ്വാമി ആനന്ദതീർത്ഥ ആശ്രമത്തിലും വൃക്ഷത്തൈ നട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുതാഴം റെഡ് സ്റ്റാർ കോവൽ ഗ്രാമീണ വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ മണ്ടൂർ ശങ്കരവിലാസം ALP സ്കൂളിൽ പരിസ്ഥിതി ദിനാഘോഷവും വൃക്ഷത്തൈ നടിയിലും സംഘടിപ്പിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ശ്രീധരൻ ഫലവൃക്ഷത്തൈകൾ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ലോക പരിസ്ഥിതി ദിനത്തിൽ മണ്ടൂർ ശങ്കരവിലാസം ALP സ്കൂളിൽ പരിസ്ഥിതി ദിനാഘോഷവും വൃക്ഷത്തൈ നടലും സംഘടിപ്പിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ശ്രീധരൻ ഫലവൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. അവരെ ഇത് സംരക്ഷിക്കാൻ കൂടി അവരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഈ പരിസ്ഥിതി ദിനത്തിൽ കോവൽ റെഡ് സ്റ്റാർ ഏർപ്പെടുത്തിയിട്ടുള്ള ഈ ഓരോ സ്കൂളുകളിലും മരം നടുന്ന ഈ പരിപാടി ഔപചാരികമായി നിങ്ങളെല്ലാം അനുഭവത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുള്ളൂ. ചടങ്ങിൽ U. സുരേശൻ അധ്യക്ഷത വഹിച്ചു. A. നിഷാന്ത്, C. കേശവൻ മാസ്റ്റർ, V. രമേശൻ,
യു രാധ, MB ഗിരീഷ്, T രമേശൻ, K മനോജ്, ഷീന PP എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരം വൃത്തിയാക്കി. സദേൺ റെയിൽവേ പാലക്കാട് ഡിവിഷനും പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനും പയ്യന്നൂർ നെസ്റ്റ് കോളേജ് NSS 70 യൂണിറ്റുമായി സഹകരിച്ചുകൊണ്ടാണ് ശുചീകരണ പ്രവർത്തനം പൂർത്തീകരിച്ചത്. ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി സൗത്തേൺ റെയിൽവേ പാലക്കാട് ഡിവിഷൻ, പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ, പയ്യന്നൂർ നെസ്റ്റ് കോളേജ് NSS 70 യൂണിറ്റുമായി സഹകരിച്ചുകൊണ്ട് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരം ശുചീകരിച്ചു. ചീഫ് ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രമോദ് VN കുട്ടികൾക്ക് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം ആരോഗ്യത്തെയും പരിസരത്തെയും എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചും അതിന്റെ ഉപയോഗം കുറച്ചുകൊണ്ടുവരുന്നതിനെക്കുറിച്ചും ബോധവൽക്കരണ ക്ലാസ് നടത്തി. ചടങ്ങിൽ ഡെപ്യൂട്ടി സ്റ്റേഷൻ മാനേജർ കൊമേഴ്ഷ്യൽ മോളി KA, സ്റ്റേഷൻ മാസ്റ്റർ ജോൺ തോമസ്, NSS പ്രോഗ്രാം കോർഡിനേറ്റർ ഇൻചാർജ് അജിത രാഗേഷ് എന്നിവർ സംസാരിച്ചു. കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ഇതോടൊപ്പം നടന്നു. ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി കൂക്കാനം പന്തലാംതടം ചങ്ങാതിക്കൂട്ടത്തിന്റെ ആഭിമുഖ്യത്തിൽ ഫലവൃക്ഷ തൈകൾ നട്ട് വിതരണം ചെയ്തു. സീക്ക് പ്രവർത്തകൻ T മാധവൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കൂക്കാനം പന്തലാംതടം ചങ്ങാതിക്കൂട്ടത്തിന്റെ ആഭിമുഖ്യത്തിൽ ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തു. സീക്ക് പ്രവർത്തകൻ T മാധവൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശില്പിയും പരിസ്ഥിതി പ്രവർത്തകനുമായ സുരേന്ദ്രൻ കൂക്കാനം ഫലവൃക്ഷ തൈകളുടെ വിതരണം നിർവഹിച്ചു. SK കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, അരവിന്ദൻ കൂക്കാനം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. സേവാഭാരതി കണ്ണപുരം യൂണിറ്റ് കണ്ണപുരം മൊട്ടമ്മലിൽ ശുചീകരണ പ്രവൃത്തി നടത്തി. ജോയിന്റ് സെക്രട്ടറി KM രാജീവൻ ഉദ്ഘാടനം നിർവഹിച്ചു. സേവാഭാരതി കണ്ണപുരം യൂണിറ്റ് കണ്ണപുരം മൊട്ടമലിൽ ശുചീകരണ പ്രവൃത്തി നടത്തി. ജോയിന്റ് സെക്രട്ടറി KM രാജീവൻ ഉദ്ഘാടനം ചെയ്തു. CV സുമേഷ്, ദിനിൽ TV, മഞ്ജുനാഥ് IT, മനോഹരൻ, K ഷൈജു, നന്ദകുമാർ, K വിജു എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ കാറമേൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പുനഃപ്രതിഷ്ഠയും അഷ്ടബന്ധ നവീകരണ ബ്രഹ്മകലശ മഹോത്സവവും ജൂൺ 7 മുതൽ 12 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. പയ്യന്നൂർ കാറമേൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പുനഃപ്രതിഷ്ഠയും അഷ്ടബന്ധ നവീകരണ ബ്രഹ്മകലശ മഹോത്സവത്തിനും മുന്നോടിയായി ജൂൺ 6 കലവറ നിറക്കൽ ഘോഷയാത്രയും തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ ക്ഷേത്ര ചടങ്ങുകളും നടക്കും. ക്ഷേത്രം തന്ത്രി നടുവലത്ത് പുടവർ വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ജൂൺ 12 രാവിലെ 7 മണി മുതലാണ് പുനഃപ്രതിഷ്ഠ നടക്കുക. മഹോത്സവത്തോടനുബന്ധിച്ച് നൃത്തവിരുന്ന്, കൈകൊട്ടിക്കളി, ഫ്യൂഷൻ ഡാൻസ്, നൃത്താർച്ചന, കലാകാങ്കോലിന്റെ ഉറുമാലു കെട്ടിയ ചൈത്രമാസം നാടകം എന്നിവയും അരങ്ങേറും. പ്രതിഷ്ഠാ ദിനമായ ജൂൺ 12 ഉച്ചയ്ക്ക് ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും അന്നദാനവും ഉണ്ടാകും. മാധ്യമസമ്മേളനത്തിൽ A മോഹനൻ മാസ്റ്റർ, PV രവീന്ദ്രൻ, PV പത്മനാഭൻ, PV തമ്പാൻ, VV വിജയൻ, PV ബാലൻ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക പരിസ്ഥിതി ദിനം. പ്ലാസ്റ്റിക് മലിനീകരണം തടയുക എന്നതാണ് ഇത്തവണത്തെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി നാടെങ്ങും വിവിധ സംഘടനകളുടെയും സ്കൂളുകളുടെയും നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന നൈപുണി വികസന കേന്ദ്രം കാസർഗോഡ് ജില്ലയിലെ 14 വിദ്യാലയങ്ങളിൽ തുടക്കം കുറിച്ചു. ജില്ലാതല പ്രവേശനോത്സവം തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. കുണ്ടയംകോവിലിലെ സ്ക്രീൻ പ്രിന്റിംഗ് സ്ഥാപനം കാരണം ആളുകൾ കുടിയൊഴിഞ്ഞു പോവുകയും കൂടുതൽ പേർ കുടിവെള്ളത്തിന് വേണ്ടി ദൂരസ്ഥലങ്ങളെ ആശ്രയിക്കുകയും ചെയ്യുന്നു. സ്ഥാപനത്തിന്റെ പ്രവർത്തനം ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കുമെന്നും തങ്ങൾക്ക് നഷ്ടപരിഹാരം വേണമെന്നും പ്രദേശവാസികൾ. ജൈവവൈവിധ്യ കേന്ദ്രമായ മാടായിക്കാവിന്റെ വള്ളിക്കെട്ട് സംരക്ഷിക്കാൻ സമഗ്ര പദ്ധതി ഒരുക്കുമെന്ന M വിജിൻ MLA. ചിറക്കൽ ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ മാടായിക്കാവിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. ന്യൂസ് അവർ സമാപിക്കുന്നു. നമസ്കാരം.